എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 3 ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്റ്റീവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു റിവിഷൻ പോലെ നിങ്ങൾ 100% പഠിച്ചിട്ടേ പോകാവുള്ളൂ എക്സാമിന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം കഴിഞ്ഞ ചാപ്റ്റേഴ്സിന് ശേഷമുള്ള 3 ചാപ്റ്ററുകളാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസസ് ആൻഡ് സീരീസ്. ഈ 3 ചാപ്റ്ററുകളിലെ ചോദ്യമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ബൈനോമിയൽ തിയറത്തിലെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. റൈറ്റ് ദ നമ്പർ ഓഫ് ടേംസ് ആൻഡ് ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1/x ഹോൾ റൈസ് ടു 5. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x ഹോൾ റൈസ് ടു 5-നകത്ത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം, ജനറൽ ടേം കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ടേംസിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആദ്യമേ പറയാം. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് a പ്ലസ് ബി ഹോൾ റൈസ് ടു n. ശ്രദ്ധിച്ചിരിക്കണേ. നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ഇതൊരു മാർക്കിന് ഇപ്പോൾ ഈയിടെയായിട്ട് സ്ഥിരം കണ്ടുവരുന്നുണ്ട് കേട്ടോ. a പ്ലസ് ബി ഹോൾ റൈസ് ടു n ഇസ് ഈക്വൽ ടു n പ്ലസ് 1. a പ്ലസ് ബി ഹോൾ റൈസ് ടു n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ടേംസ് ഉണ്ടാവും? n പ്ലസ് 1 ടേംസ് ഉണ്ടാവും. വളരെ നിഷ്പ്രയാസം നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണങ്ങൾ: 1, a പ്ലസ് ബി ഹോൾ സ്ക്വയർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് എത്ര ടേംസ് ഉണ്ട്? a സ്ക്വയർ ഒരു ടേം, 2ab രണ്ടാമത്തെ ടേം, ബി സ്ക്വയർ മൂന്നാമത്തെ ടേം. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വന്നപ്പോൾ ആ എക്സ്പാൻഷനകത്ത് എത്ര ടേംസ് വന്നു? 3 ടേംസ് വന്നു. ശരിയല്ലേ? അപ്പം എ പ്ലസ് ബി ഹോൾ റൈസ് ടു n വന്നു കഴിഞ്ഞാൽ n പ്ലസ് 1 ടേംസ് ആണ് ഉണ്ടാവുക. എ പ്ലസ് ബി ഹോൾ ക്യൂബ് വന്നാൽ 4 ടേംസ് ഉണ്ടായിരിക്കും ആ എക്സ്പാൻഷനകത്ത്. അത് നമുക്കറിയാവുന്ന എക്സ്പാൻഷനാണ്. എന്താണ്? എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. നമുക്ക് കൃത്യമായി അറിയാവുന്ന എക്സ്പാൻഷൻ തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് 4 ടേംസ് ഉണ്ട്. സോ അപ്പോൾ ജനറലി എ പ്ലസ് ബി ഹോൾ റൈസ് ടു n ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? n പ്ലസ് 1. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടി. നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ, നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു എത്ര ടേംസ് ഉണ്ടാവും? 5 പ്ലസ് 1. ഇവിടെ ഹോൾ റൈസ് ടു 5 ആണ്. അപ്പോൾ 5 പ്ലസ് 1 6 ടേംസ് ആയിരിക്കും ഈ ഒരു എക്സ്പാൻഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിനോടൊപ്പം തന്നെ നമ്മളോട് അവർ ചോദിച്ചിട്ടുണ്ട് ജനറൽ ടേം. ജനറൽ ടേം എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്ന ആൾ ജനറൽ ടേം ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നോക്കി വെക്കണം. അതായത് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ചോദിച്ചാൽ നമ്മൾ ജനറൽ ടേമിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടെത്തുന്നത്. ഒരു എക്സ്പാൻഷനകത്ത് ഇപ്പോൾ 16ാമത്തെ ടേം, 17ാമത്തെ ടേം, അങ്ങനെ ഒരു പർട്ടിക്കുലർ ടേം ചോദിച്ചാൽ നമ്മൾ ജനറൽ ടേമിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടെത്തുന്നത്. മിഡിൽ ടേം ചോദിച്ചാൽ നമ്മൾ ജനറൽ ടേമിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സഹായകരമാകുന്ന ആളാണ് ആര്? ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ ജനറൽ ടേം തന്നെ നേരിട്ടും ചോദിക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ജനറൽ ടേം തന്നെ നേരിട്ട് ചോദിക്കുമ്പോഴും നമ്മൾ എഴുതേണ്ടത് ജനറൽ ടേം ആണ്. ഓക്കെ, ജനറൽ ടേം അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും 100% നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഈ ഇക്വേഷൻ എഴുതേണ്ടി വരും. 100% ആണ്. കാരണം 2 ടോപ്പിക്കുകളാണ് പ്രധാനമായും ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻസും പിന്നെ മിഡിൽ ടേമും. അപ്പോൾ 2 ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം വീതം 100% കാണുമല്ലോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു n. ജനറൽ ടേം in the expansion of a plus b whole raised to n. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ a plus b whole raised to n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ജനറൽ ടേം, ആ ജനറൽ ടേമിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വിളിക്കുന്നത് r പ്ലസ് 1th ടേം എന്നാണ്. അത് നൊട്ടേഷൻ tr പ്ലസ് 1. ജനറൽ ടേമിനെ നമ്മൾ എങ്ങനെ വിളിക്കും? r പ്ലസ് 1th ടേം അഥവാ tr പ്ലസ് 1 അങ്ങനെയാണ് വിളിക്കുക. tr പ്ലസ് 1 ഇസ് ഈക്വൽ ടു ncr a raised to n minus r b raised to r. ഓക്കെ, അപ്പോൾ ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു n നെ വിളിക്കുന്ന പേര് r പ്ലസ് 1th ടേം എന്നാണ്. tr പ്ലസ് 1 ഇസ് ഈക്വൽ ടു ncr a raised to n minus r
ബി റൈസ് ടു ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ ടേം ഒന്ന് കണ്ടെത്തി നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമ്മളോട് രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് ജനറൽ ടേം ആണ്. സോ ജനറൽ ടേം കോമ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. ഓക്കെ, സോ ഇനി നമ്മുടെ ജോലി എയുടെ പ്ലേസിലും എന്നിൻ്റെ പ്ലേസിലും ആറിൻ്റെ പ്ലേസിൽ നമുക്ക് വാല്യൂസ് ഒന്നുമില്ല. അതൊരു ക്വസ്റ്റ്യനിൽ ജനറൽ ടേം എഴുതുമ്പോൾ ഇൻ ടേംസ് ഓഫ് ആർ ആണ്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെയാണ് ആറിനൊരു വാല്യൂ കൂടെ വരുന്നത്. അപ്പോൾ ജനറൽ ടേം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആറിന് വാല്യൂ കാണില്ല, എന്നിനും എക്കും ബിക്കും നമ്മൾ വാല്യൂസ് കൊടുത്താൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ജനറൽ ടേം ശ്രദ്ധിക്കണം, എന്നിനും എക്കും ബിക്കും നമ്മൾ വാല്യൂസ് കൊടുക്കണം. ആറായിട്ട് തന്നെ ഇട്ടാൽ മതി. ബാക്കിയുള്ള മിഡിൽ ടേം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടേം അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് എ പർട്ടിക്കുലർ ടേം അല്ലെങ്കിൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് അതേപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ആറിന് നമ്മളൊരു വാല്യൂ കൊടുക്കേണ്ടി വരും. അത് ആ ചോദ്യത്തിൽ നമ്മൾ 6 കണ്ടെത്താനുള്ള ഒരു ഹിന്റ് കാണും. ജനറൽ ടേമിനകത്ത് 6 തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ ഞാൻ സംഭവം പരിപാടി തുടങ്ങാൻ പോവാണ്. സോ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്നിൻ്റെ പ്ലേസിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ ചോദ്യമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിൻ്റെ പ്ലേസിൽ 5 കൊടുക്കാം, ശരിയല്ലേ? 5 സി ആർ. എയുടെ പ്ലേസിൽ ചോദ്യമായിട്ട് കമ്പയർ ചെയ്താൽ എയുടെ പ്ലേസിൽ കിടക്കുന്ന ആൾ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ റൈസ് ടു എൻ മൈനസ് ആർ. എൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 മൈനസ് 6 ഇൻറ്റു ബി റൈസ് ടു ആർ. ചോദ്യം കമ്പയർ ചെയ്യുക. ബി എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നായിട്ട് കമ്പയർ ചെയ്താൽ ബിയുടെ പ്ലേസിൽ 1/x ആണ്. റൈസ് ടു ആരാണ്? 6. 6നെ 6 തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 5CR എ റൈസ് ടു എം റൈസ് ടു എൻ ഫോർമറ്റ് ആണ്. ഇൻഡിസിസുമായിട്ട് ബന്ധപ്പെട്ട ഐഡന്റിറ്റി എ റൈസ് ടു എം റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം എൻ, ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് ഈ 2 ഇൻറ്റു 5 - 6 വരും. എക്സ് റൈസ് ടു 2 ഇൻറ്റു എന്താണ് 5 - 6. സംശയം ഉണ്ടാവും. 5 - 6 ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഒരു പ്രോഡക്റ്റിന് ശേഷം ഒന്നിൽ കൂടുതൽ ടേംസ് വരുവാണെങ്കിൽ വി ഷുഡ് ഹാവ് ടു യൂസ് ദി ബ്രാക്കറ്റ്. ഇൻറ്റു ഇവിടെ 1/x റൈസ് ടു ആർ. അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഫോർമറ്റ് എ ബൈ ബി ഹോൾ റൈസ് ടു എൻ എന്നുള്ള രീതിയിലാണ്. എ ബൈ ബി ഹോൾ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എൻ ബൈ ബി റൈസ് ടു എൻ ആണ്, ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് 1/x ഹോൾ റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ 1 റൈസ് ടു ആർ ബൈ എക്സ് റൈസ് ടു ആർ എന്ന് വരും. 1 റൈസ് ടു എനിത്തിങ് ഈസ് 1 ഇറ്റ് സെൽഫ്. 1ന്റെ പവറിൽ എന്ത് വന്നാലും ഉത്തരം 1 തന്നെയാണ്. സോ 1 റൈസ് ടു ആർ എന്ന് പറയുന്നത് 1 ബൈ എന്താണ് എക്സ് റൈസ് ടു ആർ, ശരിയാണ്? സോ ദിസ് ഈസ് ഈക്വൽ ടു 5CR. ഇവിടെ 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് റൈസ് ടു 2 ഇൻറ്റു 5 10 മൈനസ് 2 ഇൻറ്റു ആർ എന്താണ് 2R ഡിവൈഡഡ് ബൈ ആറ് കിടപ്പുണ്ട് എക്സ് റൈസ് ടു ആർ കിടപ്പുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5CR. ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്നുള്ള ഫോർമറ്റ് ആണ്. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ, ശരിയല്ലേ? ഈ എന്നിനെ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യാം. ബേസ് നമ്പേഴ്സ് സെയിമും പവർ ഡിഫറൻറ്റും ആണെങ്കിൽ താഴത്തെ പവർ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യാം, ശരിയല്ലേ? ഹിയർ ബേസ് നമ്പേഴ്സ് രണ്ടും എക്സ് ആണ്, പവർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ താഴത്തെ പവർ 6 ആണ്, അവനെ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? എക്സ് റൈസ് ടു 10 മൈനസ് 2R ഓൾറെഡി ഉണ്ട്. ഈ 6നെ കൂടെ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യണം. മൈനസ് എന്ത് വരും? 6, ശരിയാണേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 5CR എക്സ് റൈസ് ടു 10 മൈനസ് 2R മൈനസ് 6 10 മൈനസ് 3R, ശരിയല്ലേ? മൈനസ് 2R മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 3R. സോ ദിസ് ഈസ് ദി ജനറൽ ടേം. ഇതാണ് നമ്മുടെ ജനറൽ ടേം എന്ന് പറയുന്നത്. 5CR എക്സ് റൈസ് ടു 10 മൈനസ് 3R ഇസ് ദി ജനറൽ ടേം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. Find the number of different 8-letter arrangement can be made from the letters of the word daughter. അപ്പം ഡോട്ടർ എന്ന വാക്കിലെ 8-letter arrangements എത്ര ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, വവൽസ് എല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ച് വരണം. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് തന്നിട്ടുള്ള ലെറ്റർ നമ്മൾ ആദ്യമേ ഒന്ന് എടുത്തെഴുതണം. ഒരുപാട് രീതിയിൽ ചെയ്യാം. പെർമ്യൂട്ടേഷനിലെ ചോദ്യമാണിത്. അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പെർമ്യൂട്ടേഷൻ ആണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് കോമ്പിനേഷൻ. അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പെർമ്യൂട്ടേഷൻ. സെലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പിനേഷൻ. അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകരുത്. വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ഒരുപാട് സ്റ്റെപ്പുകളൊന്നും വരില്ല, പക്ഷെ അത്യാവശ്യം ലോജിക്കലായിട്ട് ചിന്തിക്കണം.
ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെന്റ് ക്യാൻ ബി മേഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ. അപ്പോൾ നമ്മൾ ആ ഒരു വാക്ക് ആദ്യമേ ഒന്ന് എടുത്തെഴുതാണ് ഡോട്ടർ, DAUGHTER. ഓക്കെ, സോ നമ്മുടെ കണ്ടീഷൻ എല്ലാ വവൽസും ഒരുമിച്ച് വരണം എന്നാണ് പറയുന്നത്, ശരിയല്ലേ? സോ അപ്പോൾ എത്ര വവൽസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ എ ഉണ്ട്, ഒരു വവലാണ്, ഇ ഉണ്ട്, വവലാണ്, യുവും വവലാണ്. അപ്പം 3 വവൽസ് ആണ് ഇവിടെ ഉള്ളത്. ഇവന്മാർ ഒരുമിച്ച് വരണം, അതായത് എയും യുവും ഇയും ഒരുമിച്ച് വരണം. അപ്പോൾ ഇത് ഇത്രയും ഒറ്റ സെറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും സെപ്പറേറ്റഡ് ആയിട്ട് വരും. ഡി, ജി, എച്ച്, ടി, ആർ. അപ്പോൾ ഇവന്മാരെല്ലാം ഒറ്റയ്ക്കാണ്. ഈ 3 പേര് എങ്ങോട്ട് പോയാലും ഒരുമിച്ചായിരിക്കും, ശരിയല്ലേ? ഇവന്മാരെല്ലാം ഒറ്റയ്ക്ക് നിൽക്കും. ഈ 3 പേര് എങ്ങോട്ടൊക്കെ പോയാലും അറേഞ്ച്മെന്റിൽ എങ്ങോട്ടൊക്കെ, ഇപ്പോൾ ആദ്യം അറേഞ്ച് ചെയ്യാം, രണ്ടാമത് അറേഞ്ച് ചെയ്യാം, മൂന്നാമത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവന്മാർ എങ്ങോട്ട് പോയാലും ഒരുമിച്ചാണ് പോകുന്നത്, ശരിയല്ലേ? അപ്പം നമ്പർ ഓഫ് വേസ് അറേഞ്ച്മെന്റ് എത്രയാണ്? 1, 2, 3, 4, 5. ഇത് ഇത്രയും കൂടെ 6 ആയിട്ട് എടുക്കണം, ശരിയല്ലേ? അപ്പോൾ 6 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്പർ ഓഫ് വേസ് ശ്രദ്ധിച്ചിരിക്കുക, നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ. കഴിഞ്ഞില്ല, ഇവിടം കൊണ്ട് നിർത്തരുത്. പലരും ഇവിടം കൊണ്ട് നിർത്തും, മാർഗ്ഗം പോവുകയും ചെയ്യും. ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം, ഈ എയും യുവും ഇയും ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാം, ശരിയല്ലേ? ഇവന്മാരിൽ തമ്മിൽ അറേഞ്ച്മെന്റ് നടക്കാൻ, അപ്പോൾ ഇവന്മാർ ഒരുമിച്ച് പോകണമെന്നേ ഉള്ളൂ, വവൽസ് ഒരുമിച്ച് പോകണമെന്നേ ഉള്ളൂ. പക്ഷെ ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കാമല്ലോ. മാറി മാറി ഇരുന്നാലും വവൽസ് എന്നുള്ള കണ്ടീഷൻ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ഇവന്മാർ 3 പേരുണ്ട്, അവന്മാർ 3 പേര് തമ്മിൽ 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. സോ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ഉത്തരം, 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണം നിങ്ങൾ സോൾവ് ചെയ്യാൻ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ 4320 കിട്ടും ഉത്തരം. വെരിഫൈ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതേപോലെ വവൽസ് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ധാരാളമായി കണ്ടുവരുന്നുണ്ട്, ഒരിക്കലും അത് ഒഴിവാക്കാതിരിക്കുക. ഇതേപോലെയുള്ള കുറച്ച് വാക്കുകൾ മിക്കവാറും ടെക്സ്റ്റിനകത്ത് അവർ പരാമർശിക്കുന്ന വാക്കുകൾ തന്നെയായിരിക്കും വരുന്നത്. ഡോട്ടർ എന്നുള്ള വാക്കോ, അല്ലെങ്കിൽ മിസിസിപ്പി എന്ന് പറയുന്ന വാക്കോ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വാക്കോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള പരിചിതമായ വാക്കുകൾ തന്നെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് വെച്ചിട്ടായിരിക്കും വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നു, ഗംഗ എന്ന പേര് വെച്ച് എത്ര അറേഞ്ച്മെന്റ് ഉണ്ടാക്കാമെന്ന് 2019 ഓർ സംതിങ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ നമ്മുടെ അടുത്ത ചോദ്യം, റൈറ്റ് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x/3 + 9y ഹോൾ റൈസ് ടു 10. ശ്രദ്ധിച്ചിരിക്കുക, ചോദ്യത്തിൻ്റെ എ പാർട്ടാണത്. x/3 + 9y ഹോൾ റൈസ് ടു 10ൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം എത്ര ടേംസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തു, നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് a+b ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് എന്താണ്? n+1 ആണ്, ശരിയല്ലേ? അപ്പം വളരെ നിഷ്പ്രയാസം ആൻസർ ചെയ്യാൻ സാധിക്കുന്ന 1 മാർക്കിൻ്റെ ചോദ്യമാണത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യത്തിൻ്റെ എ പാർട്ടിൻ്റെ ഉത്തരം എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x/3 + 9y ഹോൾ റൈസ് ടു 10. നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു n+1. ഹിയർ n-ന് പകരം 10 ആണ്. നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു 10 + 1. എത്ര ടേംസ് ആണ്? 11 ടേംസ് ആണ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ദെൻ ബി പാർട്ടിൽ അവർ ചോദിച്ചിട്ടുള്ളത് മിഡിൽ ടേം ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം മിഡിൽ ടേമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം മിഡിൽ ടേം ചോദിച്ചാലും, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ചോദിച്ചാലും, ജനറൽ ടേം ചോദിച്ചാലും, അതുമായി ബന്ധപ്പെട്ട ഏത് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതെല്ലാം ജനറൽ ടേമിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ജനറൽ ടേമിൻ്റെ സഹായത്തോടു കൂടിയാണ് തീർച്ചയായും. അപ്പം നമ്മളോട് ഇവർ ആവശ്യപ്പെടുന്ന മിഡിൽ ടേം ആണ്. അപ്പം മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്ന് നമ്മൾ അറിയണം തീർച്ചയായും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് നമുക്ക് ആദ്യമേ നോക്കാം. ഇപ്പോൾ a+b ഹോൾ റൈസ് ടു n ആണെന്ന് വിചാരിക്കുക. a+b ഹോൾ റൈസ് ടു n, അതിനകത്ത് n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ n/2 പ്ലസ് 1th ടേം ആയിരിക്കും മിഡിൽ ടേം. n/2 പ്ലസ് 1th ടേം ആയിരിക്കും നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. n/2 പ്ലസ് 1th ടേം ആണ് എന്ത്? മിഡിൽ ടേം. ശ്രദ്ധിച്ചിരിക്കുക. n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. അപ്പോൾ n ഈവൻ ആണെങ്കിൽ n/2 പ്ലസ് 1th ടേം ആണ് നമ്മുടെ മിഡിൽ ടേം. ഇനി n എന്ന് പറയുന്നത് എന്താവാം? ഓഡ് ആവാം. n ഓഡ് ആണെങ്കിൽ n പ്ലസ് 1/2th ടേം, n പ്ലസ് 1/2th ടേം ആൻഡ് നെക്സ്റ്റ് ടേം, ഇതിൻ്റെ തൊട്ടടുത്ത ടേം. ഇപ്പോൾ n പ്ലസ് 1/2th ടേം എന്ന് പറയുന്നത് 8ാമത്തെ ടേം ആണെങ്കിൽ
അതിൻ്റെ അടുത്ത ടേം ആയിട്ടുള്ള 9ാമത്തെ ടേം മിഡിൽ ടേം തന്നെയാണ്. n ഓഡാണെങ്കിൽ 2 മിഡിൽ ടേംസ് കാണും. അതിലെ ആദ്യത്തെ ടേം n+1/2 ടേമും അതിൻ്റെ തൊട്ടടുത്ത ടേമും. n ഈവൻ ആണെങ്കിൽ ഒരൊറ്റ മിഡിൽ ടേമേ കാണുള്ളൂ. ആ ഒറ്റ മിഡിൽ ടേം എന്താണ്? n/2 + 1th ടേം ആണ്. ശരിയല്ലേ? സോ ഹിയർ ശ്രദ്ധിക്കുക, n എന്ന് പറയുന്ന 10 ആണ്. n എന്ന് പറയുന്ന 10 ആണ്. 10 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ മിഡിൽ ടേമേ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആ ഒറ്റ മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. മിഡിൽ ടേം ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, മിഡിൽ ടേം ഇസ് ഈക്വൽ ടു 10/2 + 1th ടേം. ശരിയല്ലേ? 10/2 + 1th ടേം ആണ് നമ്മുടെ മിഡിൽ ടേം. സോ n ഈവൻ ആണെങ്കിൽ n/2 + 1th ടേം. സോ എന്നിൻ്റെ പ്ലേസിൽ 10 കൊടുത്താൽ 10/2 + 1th ടേം. 10/2 എന്താണ്? 5. 5 + 1 എന്താണ്? 6. അപ്പോൾ നമ്മുടെ 6th ടേം ആണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം. സോ മിഡിൽ ടേം 6ാമത്തെ ടേം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. സോ ഇനി ജനറൽ ടേമിൻ്റെ സഹായത്തോടു കൂടി വേണം 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ. അല്ലാതെ എക്സ്പാൻഡ് ചെയ്ത് പോയി 6ാമത്തെ ടേം എഴുതാൻ നിൽക്കരുത്, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ജനറൽ ടേം യൂസ് ചെയ്യാം. ജനറൽ ടേം എന്താണ്? TR + 1 = NCR A⁻n−r B⁻r. ഇതാണ് നമ്മുടെ ജനറൽ ടേം. ഇവിടെ നമ്മൾ ആറിനും എന്നിനും എക്കും ബിക്കും ഒക്കെ വാല്യൂസ് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് 6ാമത്തെ ടേം ആണ് വേണ്ടത്. 6ാമത്തെ ടേം വേണമെങ്കിൽ ഈ 6ന്റെ പ്ലേസിൽ കൊടുക്കേണ്ട സംഖ്യ എന്താണ്? 6 കയറി കൊടുക്കരുത്. ശരിയല്ലേ? നമുക്ക് T6 ആണ് വേണ്ടത്. T6. അങ്ങനെയാണെങ്കിൽ ഞാൻ 6ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വി ഷുഡ് ഹാവ് ടു പുട്ട് R = എന്താണ്? 5. 6ന് 5 കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? T6 കിട്ടുള്ളൂ. ശരിയല്ലേ? ഈ 6ന്റെ പ്ലേസിൽ 5 കൊടുക്കണം. 5 + 1. ശരിയല്ലേ? അപ്പോഴാണ് എനിക്ക് T6 കിട്ടുന്നത്, 6ാമത്തെ ടൈം കിട്ടുന്നത്. അപ്പോൾ 6ാമത്തെ ടൈം കിട്ടണമെങ്കിൽ ഈ 6ന്റെ പ്ലേസിൽ 5 കൊടുക്കണം. ശരിയല്ലേ? സോ അതാണ് നമ്മുടെ സ്റ്റെപ്പ്. പുട്ട് R = എന്താണ്? 5. 5 + 1 T6 കിട്ടും. ഈ 6 കാണുന്നിടത്തെല്ലാം ഞാൻ എന്ത് കൊടുക്കണം? ഇനി 5 കൊടുക്കണം. ശരിയല്ലേ? അപ്പോൾ ഞാൻ എല്ലാവർക്കും വാല്യൂസ് കൊടുക്കുകയാണ്. എന്നിന് പകരം ഞാൻ 10 കൊടുക്കുകയാണ്. 10. C 6ന് പകരം 5 കൊടുക്കുകയാണ്. എക്ക് പകരം x/3 കൊടുക്കുകയാണ്. ⁻n പകരം ഞാൻ 10 കൊടുക്കുകയാണ്. -6ന് പകരം 5. ബിക്ക് പകരം 9y ⁻r പകരം 5. എല്ലാത്തിനും ഞാൻ വാല്യൂസ് കൊടുത്തു. എല്ലാത്തിനും വാല്യൂസ് കൊടുത്തു. അപ്പോൾ T6 കണ്ടുപിടിച്ച് ഇത് സോൾവ് ചെയ്ത് ഉത്തരം കിട്ടിയാൽ ഫൈനൽ ഉത്തരമായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതി അടുത്ത സ്റ്റെപ്പിൽ തന്നെ എല്ലാവർക്കും വാല്യൂസ് കൊടുക്കണം. ഓക്കെ. സോ എന്നിന് ഞാൻ ഡയറക്റ്റ് കമ്പാരിസൺ 10 കൊടുത്തു, ആറിന് 5 കൊടുത്തു. എ എന്ന് പറയുന്നത് ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നത് a+b⁻n ആയിട്ടാണ്. ശരിയല്ല? അപ്പോൾ എയുടെ വാല്യൂ x/3, എന്നിൻ്റെ വാല്യൂ 10, ആറിൻ്റെ വാല്യൂ 5, ബിയുടെ വാല്യൂ 9y, ആറിൻ്റെ വാല്യൂ 5. സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഇത് സോൾവ് ചെയ്തെടുത്താൽ ഫൈനൽ ഉത്തരമായി. സോ ദിസ് ഈസ് ഈക്വൽ ടു 10c5 x/3 10 - 5 എന്താണ്? 5. സംശയമൊന്നുമില്ല. ഇവിടെ a×b⁻n അപ്ലൈ ചെയ്യണം. a×b⁻n എന്താണ്? a⁻n×b⁻n. ശരിയാണല്ലോ? അപ്പോൾ അതനുസരിച്ച് 9⁵ into y⁵ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 10c5. ഇവിടെ a/b⁻n എന്താണ്? a/n/b⁻n. ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് x⁵ ഡിവൈഡഡ് ബൈ 3⁵. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി ഈ 9നെ ഞാൻ 3² എന്ന് വിളിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ബേസ് നമ്പർ 3 ആണ്. അപ്പോൾ 3 കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഈ 9നെ 3² എന്ന് വിളിക്കുകയാണ്. കാരണം 3² 9 ആണെന്ന് നമുക്കറിയാം. അവൻ്റെ പവറിൽ ആര് കിടപ്പുണ്ട്? ഒരു 5 കിടപ്പുണ്ട്. ശരിയല്ലേ? ബാക്കി ആരാണ്? y⁵. സോ ദിസ് ഈസ് ഈക്വൽ ടു 10c5. ഇവിടെ 3² 3² ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. a⁻m⁻n എന്ന് പറയുന്നത് എന്താണ്? a⁻mn ആണ്. ശരിയല്ലേ? ഈ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 5 2 × 5 എന്താണ്? 3⁻10 വരും. സംശയം ഉണ്ടോ? 2 × 5 എന്ന് പറയുന്നത് എന്താണ്? 10. എളുപ്പമല്ലേ? ഇവിടെ ഡിവൈഡഡ് ബൈ ആര് കിടപ്പുണ്ട്? ഒരു 3⁵5 കിടപ്പുണ്ട്. ഡിവൈഡഡ് ബൈ ആര് കിടപ്പുണ്ട്? 3⁵5. അവനെ ഞാൻ ഒരുമിച്ചാക്കിയാണ് a⁻m/a⁻n അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവന്മാരെ ഞാൻ ഒരുമിച്ച് എഴുതി. ഓക്കെ. ബാക്കി ആരൊക്കെയുണ്ട്? x⁵5 ഉണ്ട്, y⁵5 ഉണ്ട്. ശരിയല്ലേ? x⁵5 y⁵5. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 10c5
ഇവിടെ എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എൻ, എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എൻ അല്ലെങ്കിൽ എ റൈസ് ടു എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ അപ്ലൈ ചെയ്യാം. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം മൈനസ് എൻ. ബേസ് നമ്പേഴ്സ് സെയിം, പവറുകൾ ഡിഫറൻ്റ് ആണ്. താഴെയുള്ള ആളെ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യാം. ഇതേ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിലും ചെയ്തു അല്ലേ? സോ 3 റൈസ് ടു 10 ഓൾറെഡി അവിടെ ഉണ്ട്, 5നെ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യണം. ബൈ 5നെ മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 10 മൈനസ് 5, ബാക്കി എന്താണ്? എക്സ് റൈസ് ടു 5 വൈ റൈസ് ടു 5. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 10c5 3 റൈസ് ടു 10 5 പോയാൽ എന്താണ്? 5, എക്സ് റൈസ് ടു 5 വൈ റൈസ് ടു 5. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. 10c5 ഇൻറ്റു 3 റൈസ് ടു 5 കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി സോൾവ് ചെയ്യാം. ഓക്കെ, 10c5 കാൽക്കുലേറ്ററിൽ എടുക്കുക, 3 റൈസ് ടു 5 കാൽക്കുലേറ്റർ എടുക്കുക, അവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും 6 1 2 3 6 എക്സ് റൈസ് ടു 5 വൈ റൈസ് ടു 5. ഇതാണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഈ ഉത്തരമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായും മനോഹരമായി നല്ല രീതിയിൽ എഴുതി പഠിക്കേണ്ട ഒരു ചോദ്യം. ഇത് നമുക്ക് 100% എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ 100% ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസസ് ആൻഡ് സീരീസിലെ ചോദ്യമാണ്. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് an is equal to n by n plus 1. ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ടേംസ് ആണ് കണ്ടെത്തേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക, ഫസ്റ്റ് 3 ടേംസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ n-ന് 1 കൊടുത്താൽ മതി, സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ n-ന് 2 കൊടുത്താൽ മതി, തേർഡ് ടേം കിട്ടണമെങ്കിൽ n-ന് 3 കൊടുത്താൽ മതി. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം a1 എന്ന് പറയുന്നത് എന്താണ്? 1 by 1 plus 1. അപ്പോൾ n കാണുന്നിടത്തെല്ലാം 1 കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by 2. സെക്കൻഡ് ടേം a2 ഇസ് ഈക്വൽ ടു n കാണുന്നിടത്ത് 2 കൊടുത്താൽ മതി. ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? 2 by 2 plus 1, 2 by 2 plus 1 ഈക്വൽ ടു 2 by 3. സംശയമൊന്നുമില്ലല്ലോ. തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n കാണുന്നിടത്ത് 3 കൊടുത്താൽ മതി. a3 ഇസ് ഈക്വൽ ടു 3 by 3 plus 1 ഇസ് ഈക്വൽ ടു 3 by 4. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ടേംസ് കണ്ടെത്താൻ സാധിച്ചു. 1 by 2, 2 by 3, 3 by 4. ക്ലിയർ ആണ്? സോ ഇനി ബി പാർട്ട് നോക്കാം. ഫൈൻഡ് സം ഓഫ് ദി ഓഡ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 2001. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കണം, ഫ്രം എന്നുള്ള വാക്ക്. 2 രീതിയിലാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഫ്രം എന്ന് പറഞ്ഞ് ചോദിക്കും, ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിക്കും. ഫ്രം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഈ 2 സംഖ്യകൾക്ക് ഇടയിലുള്ള സംഖ്യകളെയാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ല, ഫ്രം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആ 2 സംഖ്യകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഈ 2 സംഖ്യകൾക്ക് ഇടയിലുള്ള സംഖ്യകളെ ചൂസ് ചെയ്യണം. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞാൽ ഈ 1ഉം ഇൻക്ലൂഡിംഗ് ആണ്, 2001ഉം ഇൻക്ലൂഡിംഗ് ആണ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഈ 1ഉം 2001ഉം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അവന്മാർക്ക് ഇടയിലുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 രീതിയിൽ ചോദ്യം ചോദിക്കാം. ഇതേ സെയിം ചോദ്യം തന്നെ ഫ്രം എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ആ ഇൻക്ലൂഡിംഗ് ആൻഡ് എക്സ്ക്ലൂഡിംഗ് കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഫ്രം എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അവർ പരാമർശിക്കുന്ന 2 സംഖ്യകളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ നമ്മളൊരു ഈ ചോദ്യത്തിൽ ഫ്രം എന്നാണ് പറയുന്നത്. സോ 1 മുതൽ 2001 വരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം തീർച്ചയായിട്ടും 1 ആണ്. അപ്പോൾ അടുത്ത ടേം, അടുത്ത ഓഡ് നമ്പർ ഏതാണ്? ഓഡ് ഇൻറ്റിജേഴ്സ് ആണ്. അടുത്ത ഓഡ് നമ്പർ നമുക്കറിയാം 3 ആണ്, 5 അങ്ങനെ പോയി എവിടെ വരെ പോകും? 2001 വരെ പോകും. ശരിയല്ലേ? സോ ഇതൊരു AP അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. കോമൺ ഡിഫറൻസ് 2 കൂടിയാണ് പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് കണ്ടുപിടിക്കാൻ പ്രധാനമായും 2 ഇക്വേഷൻസ് ഉണ്ട്. n/2 × 2a + n-1 × d യൂസ് ചെയ്യാം, അല്ലെങ്കിൽ n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം യൂസ് ചെയ്യാം. ലാസ്റ്റ് ടേം അറിയാവുന്നതുകൊണ്ട് തന്നെ n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. കാരണം ലാസ്റ്റ് ടേം നമുക്ക് അറിയാം. ശരിയല്ലേ? സോ ഹിയർ ഫസ്റ്റ് ടേം a is equal to 1, കോമൺ ഡിഫറൻസ് 3 - 1 is equal to 2. ശരിയല്ലേ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ തന്നെ ഓഡ് നമ്പേഴ്സ് 2 കൂടിയാണ് പോകുന്നതെന്ന് അറിയാം. ഹിയർ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഇക്വേഷൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1.
ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ലൈവ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു ചാപ്റ്റർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം 2001 മൈനസ് ഫസ്റ്റ് ടേം 1 ബൈ കോമൺ ഡിഫറൻസ് 2 പ്ലസ് 1. 2001 1 പോയാൽ 2000 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. 2000 ബൈ 2 1000. 1000 പ്ലസ് 1 1001. സോ 1001 ആണ് എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ ഇനി നമുക്ക് സം കണ്ടുപിടിക്കാൻ സാധിക്കും. സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ഇക്വേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് ടേം നമ്മുടെ കൈവശമുണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് എന്താണ് ലാസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു n/2. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 1001/2 ഇൻറ്റു ഫസ്റ്റ് ടേം 1 ലാസ്റ്റ് ടേം 2001. ശരിയല്ലേ? ഫസ്റ്റ് ടേം 1 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് 2001. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1001/2 ഇൻറ്റു 2001ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 2002. 2ഉം 2002ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 1001. സോ 1001 ഇൻറ്റു 1001. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. 1002,001. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം. 1002,001. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒഴിവാക്കരുത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ചോദ്യമാണ്. ചീട്ടുകളിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ സ്ഥിരം ചോദ്യമാണ്. മിക്കവാറും എല്ലാ വർഷങ്ങളിലും കണ്ടുവരാറുണ്ട്. സോ അപ്പം ബേസിക് സംഭവങ്ങൾ, കാർഡിനെ കുറിച്ചുള്ള ബേസിക് സംഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 52 പ്ലെയിൻ കാർഡ്സ്, അതിനകത്ത് 26 കാർഡ് റെഡ്, 26 കാർഡ് ബ്ലാക്ക്, പിന്നെ 13 ഹാർട്ട്, 13 ഡയമണ്ട്, 13 ക്ലബ്ബ്, 13 സ്പേഡ്. അതിനകത്ത് തന്നെ 2 മുതൽ 10 വരെ നമ്പർ കാർഡുകൾ ഉണ്ടായിരിക്കും. ഓരോ സെറ്റിലും 2 മുതൽ 10 വരെ നമ്പർ കാർഡുകളും, പിന്നെ കിങ്, ക്യൂന്, ജാക്ക്, 3 ഫേസ് കാർഡുകൾ, പിന്നെ ഒരു ഏസും കാണും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. അപ്പോൾ നമ്മൾ 52 കാർഡുകളിൽ നിന്നും 4 കാർഡ് ചൂസ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? അപ്പോൾ ആദ്യമത്തെ തന്നെ നമുക്ക് ആ ഒരു നമ്പർ ഓഫ് ഫേസ് നിഷ്പ്രയാസം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻസറിൽ അവർ ആദ്യം ആവശ്യപ്പെടുന്ന നമ്പർ ഓഫ് ഫേസ് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്താണ്? ഇസ് ഈക്വൽ ടു 52C4. 52C4 നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്ന എന്താണ്? കോമ്പിനേഷൻ. സെലക്ഷൻ, കോമ്പിനേഷൻ, അറേഞ്ച്മെന്റ് ആണ് പെർമ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ 54 കാർഡുകളിൽ നിന്നും 4 കാർഡുകൾ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് എന്താണ്? 52C4. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് എ പാർട്ടിലേക്ക് വരാം. 4 കാർഡ്സ് ഓഫ് സെയിം സ്യൂട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, 4 കാർഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ 4 കാർഡുകളും ഒരേ സ്യൂട്ടിലാവാനുള്ള ചാൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഫേസ് നമുക്ക് എഴുതി നോക്കാം. നമ്പർ ഓഫ് ഫേസ് ഇസ് ഈക്വൽ ടു, അവിടെ എ പാർട്ടിൻ്റെ നമ്പർ ഓഫ് ഫേസ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, 4 കാർഡുകൾ ഒരേ സ്യൂട്ടിലായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹാർട്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 4 സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഒരേ സ്യൂട്ടിലുള്ളതായി. അപ്പോൾ എന്താണ് അതിനുള്ള ചാൻസ്? എന്താണ്? 15C4. നമ്പർ ഓഫ് ഫേസ് 13C4. ശരിയല്ലേ? 13C4. 13ൽ നിന്നും 4 എടുക്കാം. 13C4. അപ്പോൾ ഇപ്പോൾ നമുക്ക് 4 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം സ്യൂട്ടിലാവാനുള്ള ഇനി 3 ആൾക്കാരും കൂടെ ഉണ്ട് ഒരേ സ്യൂട്ടിൽ വരുന്നത്. ശരിയല്ലേ? അപ്പം 4 പേര് ചൂസ് ചെയ്യുമ്പം അത് ഡയമണ്ടിൽ നിന്നും ആവാം. അത് എന്താണ്? 13C4. അടുത്ത നമ്പർ ഓഫ് ഫേസ് എന്ത് വരും? അടുത്ത ക്ലബിൽ നിന്നാണെങ്കിൽ 13C4. ഓർ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഓർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് പോകരുത്. ഓക്കെ, 4 കാർഡുകൾ ഒരു സ്യൂട്ടിൽ നിന്ന് ചൂസ് ചെയ്താൽ അടുത്ത സ്യൂട്ടിൽ നിന്നാണ് അടുത്ത 4 കാർഡ് ചൂസ് ചെയ്യുന്നത്. അപ്പം അത് ഓർ ആണ്. ശരിയല്ലേ? അടുത്ത 13 എണ്ണത്തിൽ നിന്ന് നമുക്ക് സ്പേഡിൽ നിന്ന് വേണമെങ്കിൽ 4 എടുക്കാം. ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? അപ്പം എക്സ് പ്ലസ് 4x. ശരിയല്ലേ? അപ്പോൾ 4 × 13C4. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്ത് ഫൈനൽ ആൻസർ എഴുതുക കേട്ടോ. ഒരു 99% അധ്യാപകരും ഇവിടം വരെ എഴുതിയ ഫുൾ മാർക്ക് തരാറാണ് പതിവ്. ഇനി അല്ലാത്ത 1% വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്ത് 4 കൊണ്ടൊന്ന് ഗുണിച്ച് ഫൈനൽ ഉത്തരം എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ,
ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4 cards belonging to different suit. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഫേസ് എങ്ങനെയാണ് വരിക? 4 കാർഡുകൾ ഡിഫറൻറ്റ് സ്യൂട്ടിലായിരിക്കണം. നമ്പർ ഓഫ് ഫേസ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, 4 കാർഡും ഡിഫറൻറ്റ് സ്യൂട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്യൂട്ടിൽ നിന്ന് അപ്പോൾ എനിക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റത്തുള്ളൂ. മൊത്തം 4 സ്യൂട്ടല്ലേ. അപ്പോൾ നമുക്ക് ഹാർട്ടിൽ നിന്ന് വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം. 13C1 ഇൻറ്റു, ഇപ്പോൾ ഒരെണ്ണേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആൻഡ് ആണ്, മുകളിൽ ഓറാണ്, താഴെ വരുന്ന കേസ് ആൻഡ് ആണ്. അപ്പം നമുക്ക് ഇവിടെ 4 ഓൾറെഡി ആയിക്കഴിഞ്ഞു. അടുത്താണ് ഓർ എന്ന് പറഞ്ഞ അടുത്ത കേസ് വന്നത്. ഇവിടെ ഇപ്പോൾ ഒരെണ്ണേ ആയിട്ടുള്ളൂ, 4 വേണ്ടേ നമുക്ക്. സോ 13C1 ഇൻറ്റു, അതേപോലെ ഓരോന്നിൽ നിന്നും നമുക്ക് ഓരോന്ന് വെച്ച് എടുക്കാമല്ലോ. അപ്പം 4 ഡിഫറൻറ്റ് സ്യൂട്ടിൽ നിന്ന് ഓരോന്ന് വെച്ച് 4 കിട്ടും. ശരിയല്ലേ? 13 ഡയമണ്ടിൽ നിന്നാണെങ്കിൽ 13C1, അതേപോലെ ക്ലബിൽ നിന്ന് 13C1, സ്പേഡിൽ നിന്ന് 13C1. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അതായത് 13C1 എന്ന് പറയുന്നത് 13 തന്നെയാണ്. ശരിയല്ലേ? 13 ഇൻറ്റു 13 ഇൻറ്റു 13 ഇൻറ്റു 13 ശരിയാണല്ലോ. സോ 13⁴. ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്താം. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ട് ഉത്തരങ്ങൾ നിർത്തുവാണ്. നിങ്ങൾ ഫൈനൽ ഉത്തരം 100% എഴുതാൻ ശ്രമിക്കുക. 13C4 കാൽക്കുലേറ്ററിൽ കൊടുത്ത് 4 കൊണ്ട് ഗുണിച്ച് ഫൈനൽ ഉത്തരം എഴുതണം. 13⁴ കാൽക്കുലേറ്ററിൽ കൊടുത്ത് ഫൈനൽ ഉത്തരം എഴുതണം. ഓക്കെ, സോ ഇപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ചീട്ടുകളിയുടെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കാർഡുകളുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. GPയിലെ ചോദ്യമാണ്. AP ആൻഡ് GP സീക്വൻസസ് ആൻഡ് സീരീസിലെ ജോമെട്രി പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദി നമ്പേഴ്സ് -2/7 എക്സ് -7/2 ആർ ഇൻ GP. ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇപ്പം ABC GPയിലാണെന്നുണ്ടെങ്കിൽ, ABC ആർ ഇൻ GP ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, B എന്ന് പറയുന്നത് എന്താണ്? B എന്ന് പറയുന്നത് √AC ആണ്. ശരിയല്ലേ? B ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് A ആൻഡ് C. B എന്ന് പറയുന്ന √AC ആണ്. ശരിയാണല്ലോ? അപ്പോൾ അതനുസരിച്ച് -2/7 എക്സ് -7/2 GPയിലാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √−2/7 ഇൻറ്റു -7/2. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചാൽ മതി. ശരിയാണല്ലോ? സോ 7 ക്യാൻസൽ ആവും, 2 ക്യാൻസൽ ആവും, മൈനസും മൈനസും പ്ലസ് ആവും. സോ √1 എന്ന് പറയുന്നത് +or-1 ആണ് കേട്ടോ. +or- ഇടാൻ വിട്ടുപോകരുത്. ചിലർ 1 എന്നങ്ങ് എഴുതി വെക്കും, അര മാർക്ക് അവിടെ നഷ്ടപ്പെടും. ഓക്കെ, +or-1 എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി B പാർട്ട് നോക്കാം നമുക്ക്. ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3² 3³ എക്സെട്ര ആർ നീഡഡ് ടു ഗിവ് ദ സം 120. അപ്പോൾ നമ്മൾ nth ടേമിൻ്റെ സം അങ്ങ് 120 ആയിട്ട് എടുക്കും, അഥവാ സം ഓഫ് ഫസ്റ്റ് n ടേം 120 ആയിട്ട് എടുക്കും. എന്നിട്ട് n-ന്റെ വില കണ്ടുപിടിച്ചാൽ എത്ര ടേമിൻ്റെ സം ആണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവായി. ശരിയല്ലേ? അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? SN = 120 ആയിട്ട് എടുക്കും. അപ്പം GPയുടെ കേസിൽ SN-ന് 2 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ ഇക്വേഷൻ SN = A × r⁻n−1/r−1 കോമൺ റേഷ്യോ >1 ആണെങ്കിൽ, ആൻഡ് മറ്റൊരു ഇക്വേഷൻ A × 1−r⁻n/1−r കോമൺ റേഷ്യോ >1 ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഏത് കേസാണ് ഇവിടെ വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഹിയർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. കോമൺ റേഷ്യോ എന്താണ്? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 3², ഫസ്റ്റ് ടേം 3 ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 3 തന്നെ കിട്ടും. സോ കോമൺ റേഷ്യോ >1 ആണ്. കോമൺ റേഷ്യോ >1 ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? A × r⁻n−1/r−1. ശരിയല്ലേ? ശ്രദ്ധിക്കുക, അപ്പോൾ എന്താണ്? A × r⁻n−1/r−1 ഇസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കണം? 120. ഇനിയിപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, n-ന്റെ വിലയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ബാക്കിയെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആരാണ്? 3 ഇൻറ്റു r എന്ന് പറയുന്ന കോമൺ റേഷ്യോ കണ്ടെത്തിയിട്ടുണ്ട്, 3 ആണ്. ⁻n−1/ r-ന്റെ പ്ലേസിൽ 3 കൊടുത്താൽ 3 - 1 ഇസ് ഈക്വൽ ടു എന്താണ്? 120. ശരിയാണല്ലോ? സോ 3 × 3n−1/3 - 1 എന്താണ്? 2 ഈക്വൽ ടു 120. ഓക്കെ, സോ 3 × 3n−1 ഇസ് ഈക്വൽ ടു, ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 120 × 2 എന്ത് കിട്ടും? 240. ശരിയാണല്ലോ? 240. അവിടുന്ന് 3n−1 ഇസ് ഈക്വൽ ടു 240
ബൈ ഇൻറ്റു 3 ഇപ്പുറത്ത് വരുമ്പോൾ ബൈ 3, 240/3 എന്താണ് 80. ശരിയാണല്ലോ. അവിടുന്ന് 3n is equal to 80 minus 1 ഇപ്പുറത്ത് വരുമ്പോൾ +1. 80 + 1 എന്താണ് 81. സോ അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയ ഉത്തരം എന്താണ് 3n is equal to എന്താണ് 81. ശരിയല്ലേ? 3n is equal to 81. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 3യുടെ പവറിൽ ഏത് സംഖ്യ എഴുതിയാലാണ് എനിക്ക് ഉത്തരം 81 കിട്ടുന്നത്. ബേസ് നമ്പർ രണ്ട് സെയിം ആണ്, പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലും എനിക്ക് 3 കൊണ്ടുവരണം. നമുക്കറിയാം 3/4 ആണ് 81. 3/4 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാൻ പഠിച്ചു വെക്കേണ്ടതാണ് എല്ലാവരും. 3 square 9, 3 cube 27, 3/4 ആണ് 81. ബേസ് നമ്പേഴ്സ് 3 സെയിം ആണ്. അങ്ങനെയാണ് പവറുകൾ തമ്മിൽ സെയിം ആവണം. വിച്ച് ഇംപ്ലൈസ് n is equal to എന്താണ് 4. എന്നിൻ്റെ വില എന്താണ് 4. അപ്പോൾ ഈ ഒരു സീക്വൻസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഈ ഒരു സീക്വൻസിൽ നമ്മൾ സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടേംസ് കൂട്ടുന്നതായിരിക്കും 120. ആദ്യത്തെ 4 ടേംസ് കൂട്ടുന്നതായിരിക്കും 120. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ് 4. ക്ലിയർ ആയിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ചോദ്യമാണ്. ഫൈൻഡ് n if n-1 p3 is to n p4 equal to 1:9. n-1 p3 is to n p4 1:9 ആണെങ്കിൽ n കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോർമുലാസ് ഒക്കെ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. നമുക്കറിയാം എൻ പി ആർ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇല്ല, n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ പി ആർ എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സി ആർ n ഫാക്ടോറിയൽ ബൈ, ഇവിടെ ആർ ഫാക്ടോറിയൽ ഉണ്ട്, ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ സി ആർ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ പി ആർ എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ്. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ആർ ഫാക്ടോറിയൽ ഇങ്ങോട്ട് കൊടുത്താൽ എന്ത് വരും? ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വരും. ശരിയല്ലേ? ഈ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആരാണ്? എൻ പി ആർ ആണ്. സോ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ എന്ന് പറയുന്നത് എന്താണ്? എൻ പി ആർ. വിച്ച് ഇംപ്ലൈസ് എൻ പി ആർ ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട് ഈ റിസൾട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. എൻ പി ആർ എന്ന് പറയുന്നത് എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ സി ആർ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ പി ആർ എന്ന് പറയുന്നത് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് n if n-1 p3 ഈക്വൽ ഈസ് ടു ആണ്, ഈസ് ടു n p4 ഈക്വൽ ടു 1:9. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇപ്പം a ഈസ് ടു b ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? a ബൈ b എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പം n-1 p3 ഈസ് ടു n p4നെ എങ്ങനെ എഴുതാം? n-1 p3 ബൈ n p4 ഈക്വൽ ടു 1:9നെ എങ്ങനെ എഴുതാം? 1/9. ശരിയാണല്ലോ? ഇനിയിപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എൻ പി ആർ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ n-1 p3 എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ ബൈ n-1 മൈനസ് 3 ഫാക്ടോറിയൽ. സംശയം ഉണ്ടോ? ഈ n-1 ഫാക്ടോറിയൽ കൊടുക്കണം. ഇവിടെ നമ്മൾ n ഫാക്ടോറിയൽ കൊടുക്കുന്ന പോലെ പ്രിഫിക്സിനുള്ള ആളിന് ഫാക്ടോറിയൽ കൊടുക്കണം ബൈ പ്രിഫിക്സ് മൈനസ് സഫിക്സ് ഫാക്ടോറിയൽ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിഫിക്സിലുള്ളത് n-1 ഫാക്ടോറിയൽ കൊടുത്തു ബൈ പ്രിഫിക്സ് മൈനസ് സഫിക്സ് n-1 മൈനസ് 3 അവനും ഫാക്ടോറിയൽ കൊടുത്തു. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, കഴിഞ്ഞില്ല, ബൈ എന്ത് കിടപ്പുണ്ട്? എൻ പി 4 കിടപ്പുണ്ട്. ശരിയല്ലേ? എൻ പി 4 എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ, ഇത് ഇതേപോലെ തന്നെ എൻ പി ആർ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ എൻ പി 4 എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താണ്? 1/9. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇതെന്താ സംഗതി? n-1 മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്? n-4. -1 -3 എന്താവും? -4. ശരിയല്ലേ? n-4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അടുത്ത n ഫാക്ടോറിയൽ ബൈ n-4 ഫാക്ടോറിയൽ. ശരിയാണല്ലോ? ഈക്വൽ ടു എന്താണ്? 1/9. സോ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും?
n-4 ഫാക്ടോറിയലിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും, ശരിയല്ല? n-4 ഫാക്ടോറിയൽ n-4 ഫാക്ടോറിയൽ വെട്ടിപ്പോവും. ബാക്കി n-1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. ഓക്കെ, ശരിയാണല്ലോ? സോ ക്രോസ് ചെയ്താൽ എന്ത് വരും? 9 ഇങ്ങോട്ട് വരും. 9 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു n ഫാക്ടോറിയൽ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഈ n ഫാക്ടോറിയലിനെ എനിക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. n ഫാക്ടോറിയലിനെ എനിക്ക് വേണമെങ്കിൽ n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശ്രദ്ധിച്ചിരിക്കണേ, n ഫാക്ടോറിയലിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? n ഫാക്ടോറിയലിനെ n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് ഇടാൻ പറ്റും. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടാണ്. കാരണം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കുറച്ചാണ് പോകുന്നത്, ശരിയല്ലേ? ഇപ്പം 3 ഫാക്ടോറിയലിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 3 ഇൻറ്റു ഈ 2 ഇൻറ്റു 1നെ വേണമെങ്കിൽ എനിക്ക് 2 ഫാക്ടോറിയൽ എന്നിടാം, ശരിയല്ലേ? സോ 3 ഇൻറ്റു ഈ 2വിനെ എനിക്ക് വേണമെങ്കിൽ 3-1 എന്നിടാമല്ലോ. 3-1 ഫാക്ടോറിയൽ, ശരിയല്ലേ? സോ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3-1 ഫാക്ടോറിയൽ. അപ്പോൾ 3ക്ക് പകരം n കൊടുത്താൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n-1 ഫാക്ടോറിയൽ, ശരിയല്ലോ? അപ്പോൾ n ഫാക്ടോറിയലിന് പകരം എന്ത് കൊടുക്കണം? 9 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ഈക്വൽ ടു n ഫാക്ടോറിയലിന് പകരം n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. ഇനി നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഈ n-1 ഫാക്ടോറിയൽ n-1 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 ഈക്വൽ ടു n. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്നിൻ്റെ വാല്യൂ എന്താണ്? 9. ഓക്കെ, അപ്പോൾ നമ്മുടെ എ പാർട്ടിൻ്റെ സൊല്യൂഷനായി. ഇനിയിപ്പോൾ നമുക്ക് ബി പാർട്ടിൻ്റെ സൊല്യൂഷൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, ബി പാർട്ട്. എ സെറ്റ് ഓഫ് 5 പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് വിത്ത് അനദർ സെറ്റ് ഓഫ് 3 പാരലൽ ലൈൻസ്. 5 പാരലൽ ലൈൻസിൻ്റെ സെറ്റ് ഉണ്ട്, അത് മറ്റൊരു 3 പാരലൽ ലൈൻസിൻ്റെ സെറ്റുമായിട്ട് ഇന്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കണം, 5 എണ്ണം. 1 2 3 4 5. അടുത്ത സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് 3 എണ്ണം ഞാൻ വെർട്ടിക്കലായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എടുത്തു. ദെൻ ഇങ്ങനെ ഈ ലൈൻസ് ഉപയോഗിച്ച് എനിക്ക് എത്ര പാരലോഗ്രാംസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അതായത് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാം. നമ്പർ ഓഫ് പാരലലോഗ്രാംസ് is equal to number of parallelograms is equal to. ശ്രദ്ധിച്ചിരിക്കുക, ഹൊറിസോണ്ടൽ ലൈൻസ് 5 എണ്ണം ഉണ്ട്. പാരലോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ ആ 5 എണ്ണത്തിൽ മിനിമം 2 എണ്ണമെങ്കിലും എടുക്കണം, ശരിയല്ലേ? മിനിമം 2 ഹൊറിസോണ്ടൽ ലൈൻ ഒരു പാരലോഗ്രാമിന് വേണം, ശരിയാണല്ലോ? അതായത് മിനിമം 2 ലൈൻസ് എടുത്താലേ എനിക്ക് പാരലോഗ്രാം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മൊത്തം ഹൊറിസോണ്ടൽ 5 ലൈൻ ഉണ്ട്, അതിൽ നിന്ന് ഞാൻ 2 എണ്ണം എടുക്കും. പിന്നെ വെർട്ടിക്കലായിട്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മിനിമം എനിക്ക് എത്ര എണ്ണം എടുക്കണം? 2 എണ്ണം എടുത്താലേ എനിക്ക് പാരലോഗ്രാം പൂർണ്ണമാവും, ശരിയല്ലേ? സോ 3 ലൈൻസിൽ നിന്ന് ഞാൻ 2 എണ്ണം എടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്താണ് വരിക? 5C2 എന്ന് പറയുന്നത് 10 ആണ്. 3C2 എന്ന് പറയുന്നത് 3 തന്നെയാണ്. 10 ഇൻറ്റു 3 30. സോ 30 പാരലോഗ്രാംസ് ആണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സെറ്റ് ഓഫ് 5 പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് വിത്ത് അനദർ സെറ്റ് ഓഫ് 3 പാരലൽ ലൈൻസ്. എത്ര പാരലോഗ്രാംസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? 30 പാരലോഗ്രാംസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. GPയിലെ ചോദ്യമാണ്. ഇൻ എ GP, തേർഡ് ടേം ഈസ് 24 ആൻഡ് 6th ടേം ഈസ് 192. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ എ പാർട്ട്. സോ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. തേർഡ് ടേം 24 ആണെങ്കിൽ AR² is equal to എന്ന് എഴുതാം 24, ശരിയല്ലേ? nth ടേം എന്താണ്? GPയുടെ കേസിൽ nth ടേം എന്താണ്? nth ടേം എന്ന് പറയുന്നത് AR⁻n-1 ആണ്, ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ n-ന് 2 കൊടുത്താൽ n-ന് 3 കൊടുത്താൽ AR⁻3-1 AR². സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ദെൻ 6th ടേം 192. 6th ടേം എന്ന് പറഞ്ഞാൽ AR⁵ ഈക്വൽ ടു എന്താണ്? 192. 6th ടേം 192 എന്ന് പറഞ്ഞാൽ AR⁵. അവിടെ n-ന് 5 കൊടുത്താൽ AR⁵ n-ന് 6 കൊടുത്താൽ AR⁻6-1. സോ അപ്പോൾ നമ്മളിത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ദെൻ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഇത് ചെയ്യുമ്പോൾ എന്താണ് വരിക? AR⁵ ഡിവൈഡഡ് ബൈ AR² is equal to 192 ഡിവൈഡഡ് ബൈ 24. ശരിയാണല്ലോ? A ക്യാൻസൽ ചെയ്യാം. R⁵/R², R⁵ - 2, AM/n, AM/n, AM-n. 192
2/24 8 കിട്ടും. സോ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 8. ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 8നെ എനിക്ക് ഇങ്ങനെ എഴുതാം 2 ക്യൂബ് എന്ന് എഴുതാം, വിച്ച് ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു എന്താണ് 2. സോ കോമൺ റേഷ്യോ നമുക്ക് എന്താണ് കിട്ടുന്നത് 2 ആണ് കിട്ടുന്നത്. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ഫൈൻഡ് സം ഓഫ് n ടേംസ് ഓഫ് ദ ജോമെട്രിക് സീരീസ് 1 പ്ലസ് 2/3 പ്ലസ് 4/9 പ്ലസ് എക്സെട്ര. ഇതൊരു GP ആണ് അല്ലേ, GS ആണ്, ജോമെട്രിക് സീരീസ് ആണ്. സോ ജോമെട്രിക് സീരീസിന്റെ n ടേംസിന്റെ സമ്മ നമുക്ക് ആദ്യമേ കണ്ടെത്തണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സോ ഹിയർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2/3/1. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എന്താണ് 2/3. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണ്. 2/3 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ് Sn is equal to a into 1 minus r raised to n by 1 minus r if common ratio less than 1. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ. ലെസ് ദാൻ 1 ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ചൂസ് ചെയ്തത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സോ എക്കും ആറിനും വാല്യൂ കൊടുത്താൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കിട്ടും. ആൻഡ് ഹെൻസ് ഫൈൻഡ് എന്നാണ്. ഹെൻസ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ആ സം ഓഫ് ഫസ്റ്റ് n ടേമിന്റെ സഹായത്തോടു കൂടി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷനകത്ത് n-ന് 5 കൊടുത്താൽ എന്ത് കിട്ടും സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് കിട്ടും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേമിനായിട്ട് Sn is equal to a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 1 ഇൻറ്റു 1 മൈനസ് കോമൺ റേഷ്യോ എന്താണ് 2/3 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ എന്താണ് 2/3. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2/3 റേസ് ടു n ബൈ 1 മൈനസ് 2/3 എന്താണ് 3 മൈനസ് 2/3 വരും. ക്രോസ് ചെയ്താൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രാക്ഷൻ താഴെ വരുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 മുകളിൽ പോവും. 1 മൈനസ് 2/3 റേസ് ടു n ശരിയാണല്ലോ. ബൈ 3 മൈനസ് 2 1 വരും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 1 മൈനസ് 2/3 റേസ് ടു n. ഇതാണ് നമ്മുടെ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഇനി ഇത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഹെൻസ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് 5 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ n-ന്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി 5 കൊടുത്താൽ മതി. അതായത് S5 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. S5 n-ന് 5 കൊടുക്കുമ്പോൾ എന്ത് വരും 3 ഇൻറ്റു 1 മൈനസ് 2/3 റേസ് ടു എന്താണ് 5. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. 3 ഇൻറ്റു 1 മൈനസ് 2 റേസ് ടു 5. ഇപ്പോൾ a/b റേസ് ടു n ആണെങ്കിൽ a റേസ് ടു n ബൈ b റേസ് ടു n എന്ന് എഴുതാം. അപ്പോൾ അവിടെ 2-നും റേസ് ടു 5 കൊടുക്കണം, 3-ക്കും റേസ് ടു 5 കൊടുക്കണം. ശരിയല്ലേ. 2 റേസ് ടു 5 32 വരും, 3 റേസ് ടു 5 243 വരും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 3 റേസ് ടു 5 243 ആണ്. ക്രോസ് ചെയ്താൽ എന്ത് വരും 3 ഇൻറ്റു 243 മൈനസ് 32 ബൈ 243. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇവിടെ എനിക്ക് വേണമെങ്കിൽ 3-യും 243-യും കൂടെ കട്ട് ചെയ്യാം. 3-യും 243 കൂടെ കട്ട് ചെയ്താൽ 81 കിട്ടും. സോ ന്യൂമറേറ്റർ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് വരിക 211. 3-ന്ന് 2 പോയാൽ 1, 4-ന്ന് 3 പോയാൽ 1, 2/81. 211/81 ആണ് ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x² മൈനസ് 2x പ്ലസ് 1 ഹോൾ റൈസ് ടു 10. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു മിസ്കൺസെപ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തെറ്റിക്കാൻ സാധ്യത എല്ലാവരും ചാടി കയറി 10 പ്ലസ് 1 11 എന്നങ്ങ് എഴുതും. തെറ്റായ ഉത്തരവാണ്. കാരണം നമുക്കറിയാം a പ്ലസ് ബി ഹോൾ റൈസ് ടു n ആണെങ്കിൽ ശ്രദ്ധിക്കുക a പ്ലസ് ബി ഹോൾ റൈസ് ടു n ആണെങ്കിലാണ് നമ്പർ ഓഫ് ടേംസ് n പ്ലസ് 1 കിട്ടുന്നത്. ഇവിടെ a പ്ലസ് ബി പ്ലസ് സി ഹോൾ റൈസ് ടു n ടൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് നേരെ കയറി n പ്ലസ് 1 എന്ന് എഴുതരുത്. അത് പൊട്ട തെറ്റായ ഉത്തരവാണ്. സോ അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമറ്റാണ് പക്ഷേ ഇവിടെ കിടക്കുന്നത്. x² മൈനസ് 2x പ്ലസ് 1 എന്താണ് x മൈനസ് 1-ന്റെ ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ. ശ്രദ്ധിക്കുക. അപ്പോൾ x² മൈനസ് 2x പ്ലസ് 1 ഹോൾ റൈസ് ടു 10 ഈക്വൽ ടു ഈ x² മൈനസ് 2x പ്ലസ് 1 ആരാണ് x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ. x മൈനസ് 1 സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² മൈനസ് 2x പ്ലസ് 1 a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² മൈനസ് 2x പ്ലസ് 1 തിരിച്ചു കിട്ടും. അവനെ റേസ് ടു ആരാക്കണം 10. സോ ഈ x² മൈനസ് 2x പ്ലസ് 1-ന് പകരം ഞാൻ x മൈനസ് 1 സ്ക്വയർ കൊടുത്തു. ഹോൾ റേസ് ടു ആര് കിടപ്പുണ്ട് 10. ഇനിയിപ്പം a റേസ് ടു m റേസ് ടു n a റേസ് ടു mn ഉപയോഗിച്ച് ഈ 2-ഉം 10-ഉം കൂടെ ഗുണിച്ചെഴുതാം. x മൈനസ് 1 റേസ് ടു 20
എന്താണ് എക്സ് മൈനസ് 1/20. ശരിയാണല്ലോ. ഇതിപ്പം a-b/n എന്നുള്ള ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ത് എഴുതാം? 20 + 1 21 ആണ് നമ്പർ ഓഫ് ടേംസ്. ശ്രദ്ധിച്ചിരിക്കുക. നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു number of terms in the expansion is equal to 20 + 1 equal to 21. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഇനി സെക്കൻഡ് ചോദ്യം എക്സ്പാൻഷൻ ആണ്. ഓക്കെ, a+b/n ബൈനോമിയൽ എക്സ്പാൻഷൻ ഒരു ചോദ്യം നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ അറിഞ്ഞിരിക്കേണ്ടത് a+b/n സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. എന്താണ്? nc0 a⁻n + nc1 a⁻n-1 b plus nc2 a⁻n-2 b square plus etc plus ncn b/n. ഈ ഒരു ഫോർമുലയാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. a+b/n ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഫോർമുല. a-b/n ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസും പ്ലസും വരും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണേ. x² + 3/x (4) ഈക്വൽ ടു nc0 എന്ന് പറഞ്ഞാൽ 4z0, a⁻n എന്ന് പറഞ്ഞാൽ x² എന്ന് പറഞ്ഞാൽ എന്താണ് 4 പ്ലസ് nc1 എന്ന് പറഞ്ഞാൽ 4c1, a⁻n-1 a എന്ന് പറയുന്നത് x² n-1 എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 1 കുറയ്ക്കണം 3. അവിടെ b ഇൻട്രൊഡ്യൂസ് ചെയ്യണം. b എന്ന് പറയുന്നത് എന്താണ് 3/x. ശരിയാണല്ലോ. nc2 എന്ന് പറഞ്ഞാൽ 4c2, a⁻n-2 എന്ന് പറഞ്ഞാൽ x² പവർ ഒന്നുകൂടെ കുറയ്ക്കണം, 3ൽ നിന്ന് 2 ആക്കണം, ബിയുടെ പവർ ഒന്നുകൂടെ കൂട്ടണം, 3/xൽ നിന്ന് 3/xന്റെ സ്ക്വയർ ആക്കണം. ഓക്കെ, പ്ലസ് 4c3ക്ക് ശേഷം 4c2ന് ശേഷം 4c3, x² പവർ ഒന്നും കൂടെ കുറച്ച് 1 ആക്കണം, 3/xന്റെ പവർ ഒന്നും കൂടെ കൂട്ടി 3 ആക്കണം. അടുത്ത ശേഷം ncn ഫൈനൽ ടേം 4c4 വരുന്ന കേസിൽ b മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 3/xന്റെ പവർ മാക്സിമത്തിലാക്കണം. മാക്സിമം എന്താണ് 4, 3/x⁴. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നത് തന്നെ ഇതിലൂടെയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഇത് സോൾവ് ചെയ്തെടുക്കുക. 4c4 എന്ന് പറഞ്ഞാൽ 1 ആണ്, x²4 എന്ന് പറഞ്ഞാൽ x⁸8 വരും, 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്, ഇവിടെ x⁻2 × 3 6 × 3/x, 4c2 എന്ന് പറഞ്ഞാൽ 6 ആണ്, x²ന്റെ സ്ക്വയർ x⁻4, 3² 9/x², 4c3 എന്ന് പറഞ്ഞാൽ 4 ആണ്, ഇൻറ്റു x²1 എന്ന് പറഞ്ഞാൽ x², 3³ 27/x³, 4c4 1 ആണ്, 3⁴ 81 എന്താണ് x⁻4. ഇനി വെട്ടിക്കളയാനുള്ളവരെയൊക്കെ ഒന്ന് വെട്ടിക്കളയാം. എക്സും x⁻6 ക്യാൻസൽ ആയാൽ x⁻5 വരും, x²ഉം x⁻4 ക്യാൻസൽ ആയാൽ x² വരും, x² x³ ക്യൂബും കൂടെ വെട്ടിക്കളയാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു x⁸8 പ്ലസ് എന്താണ് വരിക 3×4 12 x⁻5. ശരിയല്ലേ? പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ 6 × 9 അല്ലേ, 9 6 54 x². ശരിയാണല്ലോ. x² x⁻4 വെട്ടിയ ബാക്കി x² പ്ലസ് ഇവിടെ 4 × 27 എത്രയാണ്? 4 7 28 8 ശിഷ്ടം 2 24 8 2 10 108/x വരും, പ്ലസ് എന്താണ് 81/x⁻4. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. ഇങ്ങനെ സോൾവ് ചെയ്തിടാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി ഇതെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ദ ഫൈനൽ ആൻസർ ഈസ് x⁻8 പ്ലസ് 12x⁻5 പ്ലസ് 54x² പ്ലസ് 108/x പ്ലസ് 81/x⁻4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കുക, ചോദ്യത്തിന്റെ എ പാർട്ട് നോക്കാം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ചോദ്യമാണ്. NPR is equal to 720, NCR is equal to 120. അങ്ങനെയാണെങ്കിൽ R കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുൻപേ ഞാൻ നിങ്ങളെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു. NPR എന്ന് പറയുന്നത് എന്താണ്? R ഫാക്ടോറിയൽ ഇൻറ്റു NCR ആണ്. ശരിയല്ലേ? NPRന് പകരം 720 കൊടുക്കാം, R ഫാക്ടോറിയൽ ഇൻറ്റു NCRന് പകരം 120 കൊടുക്കാം. സോ R ഫാക്ടോറിയൽ എന്ത് കിട്ടും? 720 ഡിവൈഡഡ് ബൈ 120 ഈക്വൽ ടു 6 കിട്ടും. R ഫാക്ടോറിയൽ ഈക്വൽ ടു 6 എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ആണ്,
വിച്ച് ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു എന്താണ് 3. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്. മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതുമായ വാക്കുകൾ ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ് ഗംഗ. സോ നമ്പർ ഓഫ് വേർഡ്സ് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു മൊത്തം എത്ര വാക്കുണ്ട്? 1 2 3 4 5. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ശരിയല്ലോ? ശ്രദ്ധിച്ചിരിക്കുക. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ടോട്ടൽ n വേർഡ്സ് ആണെങ്കിൽ n ഫാക്ടോറിയൽ ബൈ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു അങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ 5 ഫാക്ടോറിയൽ ബൈ, ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം. ജി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 2 ഫാക്ടോറിയൽ വരും താഴെ. എയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഫാക്ടോറിയൽ. ശരിയാണല്ലോ? സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ആണ്. ഇവിടെയും 2 ഫാക്ടോറിയൽ 2 ആണ്. 2 ഇൻറ്റു 2 4 ക്യാൻസൽ ചെയ്യാം. 23 6 30. സോ നമ്പർ ഓഫ് വേർഡ്സ് എത്രയാണ്? 30 ആണ് നമ്പർ ഓഫ് വേർഡ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സി പാർട്ട് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സി പാർട്ട് കേട്ടോ. അത് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് പ്രാവശ്യം, പക്ഷെ അത്രയും സ്റ്റെപ്സ് ഇല്ല എന്നുള്ളതാണ്. 3 മാർക്കിൻ്റെ സ്റ്റെപ്പ് ഒന്നും ഇല്ല, പക്ഷെ ഇത് 3 മാർക്കിനൊക്കെ കയറിയും ചോദിച്ചു കളയും. വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്ത് 4 ഗേൾസ് ഉണ്ട്, 7 ബോയ്സ് ഉണ്ട്. ഓക്കെ, ഇൻ ഹൗ മെനി വേയ്സ് എ ടീം ഓഫ് 5 മെമ്പേഴ്സ് ക്യാൻ ബി സെലക്റ്റഡ്. സെലക്റ്റഡ് എന്നുള്ള വാക്ക് കണ്ടോ? അപ്പോൾ സെലക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ, അറേഞ്ച്മെന്റ്, പെർമ്യൂട്ടേഷൻ, സെലക്ഷൻ, കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ കോമ്പിനേഷൻ്റെ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇഫ് ദ ടീം ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. നമ്മുടെ നമ്പർ ഓഫ് വേയ്സ് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. നമ്പർ ഓഫ് വേയ്സ്. സോ നമ്മുടെ ടീമിനകത്ത് അറ്റ്ലീസ്റ്റ് എത്ര ഗേൾസ് വേണമെന്ന് അവർ പറയുന്നത്? 3 ഗേൾസ് വേണം. ശരിയല്ലേ? അറ്റ്ലീസ്റ്റ് 3 ഗേൾ വേണം. 4 ഗേൾസ് ആയാലും കുഴപ്പമില്ല. 5 ഗേൾസ് ആക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കയ്യിൽ എത്ര ഗേൾസേ ഉള്ളൂ? 4 ഗേൾസേ ഉള്ളൂ. ശരിയല്ലേ? ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് 3 ഗേൾസിനെ എടുക്കാം. 3 ഗേൾസിനെ എടുക്കുന്ന സമയത്ത് ആൻഡ് നമുക്ക് 5 പേരുള്ള ടീമാണ് വേണ്ടത്. ശരിയല്ലേ? 5 പേരുള്ള ടീമാണ് വേണ്ടത്. ടീം ഓഫ് 5 മെമ്പേഴ്സ് ആണ്. അപ്പോൾ 3 ഗേൾസിനെ എടുക്കുന്ന സമയത്ത് ഞാൻ 2 ബോയ്സിനെ എടുക്കണം. ശരിയല്ലേ? 3 ഗേൾസിനെ എടുക്കുന്ന സമയത്ത് ഞാൻ 2 ബോയ്സിനെ എടുക്കണം. പ്ലസ് ഓർ മറ്റൊരു സാധ്യത എന്താണ്? 4 ഗേൾസിനെ എടുക്കാം. അറ്റ്ലീസ്റ്റ് 3 എന്നാണ് പറയുന്നത്. കുറഞ്ഞത് 3, അതിൽ കൂടിയാലും സന്തോഷമേ ഉള്ളൂ. ശരിയല്ലേ? ഞാൻ 4 ഗേൾസിനെ എടുക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം 5 പേരുള്ള ടീം ഉണ്ടാകണമെങ്കിൽ ഞാൻ 1 ബോയിയെ കൂടെ എടുക്കണം. പ്ലസ് എത്ര പേര്? അറ്റ്ലീസ്റ്റ് 3 പേരാ. അതിൽ കൂടിയ സന്തോഷം എന്ന് പറഞ്ഞ് 5 ഗേൾസിനെ എടുക്കരുത്. ആപ്പാണ് 4 ഗേൾസേ ഉള്ളൂ. ശരിയല്ലേ? പലരും 5 ഗേൾസ് എന്നും കൂടെ എഴുതി വെക്കും. അത് എഴുതരുത് കേട്ടോ, കാരണം 4 ഗേൾസേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. സോ 3 ഗേൾസ് 2 ബോയ് ഒരു ടീം ഉണ്ടാക്കാം. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത 4 ഗേൾസും 1 ബോയും വരുന്ന രീതിയിൽ. ഇനി ഇത് കോമ്പിനേഷൻ്റെ ഭാഷയിലേക്ക് മാറ്റി എഴുതണം. 3 ഗേൾസ്, 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനെ എടുക്കണം. സെലക്ഷൻ 4C3. ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. 7 ബോയ്സിൽ നിന്ന് 2 ബോയ്സിനെ എടുക്കണം. എന്താണ്? 7C2. ശരിയാണല്ലോ? പ്ലസ് 4 ഗേൾസ്, 4 ഗേൾസിൽ നിന്ന് 4 ഗേൾസിനെ എടുക്കണം. 4C4 ഇൻറ്റു 7 ബോയ്സിൽ നിന്ന് 1 ബോയ് എടുക്കണം. 7C1. ശരിയാണല്ലോ? 4C4. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. 4C3 അല്ലേ? 4C3 എന്ന് പറയുമ്പോൾ 4 തന്നെ ആയിരിക്കും കിട്ടുക. 7C2 എന്ന് പറയുന്നത് 7 ഇൻറ്റു, ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ. 7 ഇൻറ്റു 6/1 ഇൻറ്റു 2 വരും. 4C4 1 ആണ്. 7C1 7 ആണ്. ഓക്കെ, സോ ഇത് 2ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ 3 വരും. ശരിയാണല്ലോ? ദെൻ 3 12 ഇൻറ്റു 7 പ്ലസ് 7. 7 ഔട്ട് സൈഡ് എടുത്താൽ 12 പ്ലസ് 1 7 ഗുണം 13. 3 7 21 ശിഷ്ടം 2 7 2 9. 91 ബേസിൽ നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.